ഹായ് ഫ്രണ്ട്സ്, വീട്ടിലെ രുചിയിലെ ഇന്നത്തെ റെസിപ്പി തനി നാടൻ സ്റ്റൈലൊരു കൊഞ്ച് റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതാണ് ഈ ഡിഷിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. കൊഞ്ച് ഞാൻ ആദ്യമേ തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാലിൻ്റെ പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ ഉള്ളിൽ പോകണ്ടല്ലോ, അങ്ങനെ വിചാരിച്ച് കട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കുവാണ്. ഇനി ഇത് വേവിക്കാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചാണ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം പുറത്തോട്ട് ഇറങ്ങും. മൊത്തത്തിൽ 2-3 മിനിറ്റ് മതി അത് വേകാനായിട്ട്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അത് ഹാർഡായിട്ടിരിക്കും. ഇനി നമുക്ക് അതിൻ്റെ മെയിൻ പാർട്ടിലോട്ട് കിടക്കാം. ഇനി നല്ല ചൂട് വെളിച്ചെണ്ണയിലോട്ട് വേവിച്ച് വെച്ച കൊഞ്ചിനെ കുറേശ്ശെയായിട്ട് സോഫ്റ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 1 മിനിറ്റ് കൂടുതൽ ഫ്രൈ ചെയ്യരുത്, കാരണം അത് പിന്നെ ഹാർഡായി പോകും. അങ്ങനെ പല പല ബാച്ചായിട്ട് നമുക്ക് ഈ കൊഞ്ചിനെ മുഴുവനായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അങ്ങനെ കൊഞ്ചെല്ലാം സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം ബാക്കി വരുന്ന വെളിച്ചെണ്ണ ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചതിന് ശേഷം അതിലോട്ട് 2 മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് അതിനൊന്ന് മൊരിയിച്ചെടുക്കാം. സവാളയുടെ പച്ചപ്പെല്ലാം മാറി ഒരുപാട് മൊരിയിക്കേണ്ട ആ ഒരു സ്റ്റേജിൽ നമുക്ക് 1 ടീസ്പൂൺ പിരിയൻ മുളകും 1 ടീസ്പൂൺ മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഒരു എരിവും കളറും നല്ല ബാലൻസ് ആയിട്ട് തന്നെ കിട്ടും. ഇനി അത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കാം. കറി ലീവ്സിൻ്റെ നല്ല സ്മെല്ല് പുറത്തോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് ആ മസാലയോട് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊഞ്ച്, നാടൻ കൊഞ്ച് ഫ്രൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാനിത് ദോശയുടെ ഒപ്പം ഉണ്ടോ സെർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല നാടൻ കൊഞ്ച് റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ചോറിൻ്റെ ഒപ്പം ആണെങ്കിലും വേറെ എന്തിൻ്റെ ഒപ്പം ആണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ് നാടൻ കൊഞ്ച് റോസ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.